നമസ്കാരം. ടി എൻ ജോയുടെ ചുള്ളിക്കാട്ടിനെ ഇവിടെ പരാമർശിച്ചു. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കലാവിമർശത്തിൻ്റെ പ്രവൃത്തി ടി കെ രാമചന്ദ്രൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ ഞാനന്ന് മഹാരാജാസിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ടി എൻ ജോയ് അവിടെയും ജാതി ഉണ്ടായിരുന്നു. ആ ജാതി മറ്റൊരു ജാതിയായിരുന്നു, പ്രായത്തിൻ്റെയും അറിവിൻ്റെയും ജാതിയായിരുന്നു. കേവലം വിദ്യാർത്ഥിയായ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് യാതൊരു മമതയും കാണിക്കാതെ ഇരുന്ന കാലത്ത് നീ വാ, നിനക്ക് സിലോൺ ബേക്ക് ഹൗസ് നിന്ന് ഭക്ഷണം മേടിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുന്ന ടി എൻ ജോയ് ആയിരുന്നു. അത് ഇന്നും ഓർക്കാതെ നിവൃത്തിയില്ല. കാരണം പലപ്പോഴും വളരെ ഗഹനമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്തിരുന്നു കൊണ്ട് കേൾക്കുകയും പ്രത്യേകിച്ച് അഭിപ്രായം പറയാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളതിൻ്റെ ഒരു ഔട്ടർ റിങ്ങിൽ മാത്രമാണ് എന്ന് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമ്മൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് അറിവിൻ്റെ മേഖലയിലെങ്കിലും അത്തരത്തിലുള്ളൊരു സൂചന നൽകുകയും ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായി സിലോൺ ബേക്ക് ഹൗസിൽ പോയിട്ട് ബീഫ് മേടിച്ച് തന്നിരുന്ന ടി എൻ ജോയിനെ ഓർക്കാതെ നിവൃത്തിയില്ല, ഒരിക്കലും മറക്കൂല. ഈ ഒരു പുസ്തകത്തിൻ്റെ ചർച്ചയിൽ ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു സംജ്ഞ സ്വതന്ത്ര സമുദായം എന്നുള്ളതിൽ സ്വതന്ത്ര അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിച്ചത്. സത്യം പറയാം, ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലെയുള്ളത് ഗഫൂർക്ക് അയച്ച് തന്നപ്പോഴാണ് ഞാൻ ഈ കേട്ടിട്ടുള്ള പുസ്തകം ആദ്യമായിട്ട് ശരിക്കും വായിക്കുന്നത്. വല്ലാത്തൊരു റെവലേഷൻ എന്നുള്ള പോലെ ശരിക്കൊരു തുറസ്സാണ് അതിൽ കിട്ടിയത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം, പുസ്തകത്തെക്കുറിച്ച് അല്ല ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ സ്വാതന്ത്ര്യം? എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം? അപ്പോഴും അതാണ് നമ്മൾ ആലോചിക്കേണ്ടി വരിക. എന്തിൽ നിന്നാണ് ഈ സ്വാതന്ത്ര്യം ഉദ്ദേശിക്കുന്നത്? അത് ഹിന്ദുമതത്തിൽ നിന്നാണോ, മതത്തിൽ നിന്നാണോ, വിശ്വാസങ്ങളിൽ നിന്നാണോ, ഒരു സാമൂഹിക ക്രമത്തിൽ നിന്നാണോ, അതോ വ്യവസ്ഥയിൽ നിന്നാണോ, അന്ന് നിലനിന്നിരുന്ന രാജവാഴ്ചയുടെയും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെയും ഒക്കെ സാഹചര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്നാണോ, എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തത് സമുദായം. തീർച്ചയായും ഈഴവ സമുദായത്തെയാണ് ഇതിൽ വിവക്ഷയുള്ളത് എന്ന് പറയുമ്പോഴും ആ സമുദായം ഈഴവ സമുദായത്തെ മാത്രമാണോ ആ സമുദായം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ഇത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉടനീളം തോന്നിയ കാര്യം. അപ്പോൾ അതിലാദ്യത്തെ കാര്യത്തിൽ ഒരു പക്ഷേ കുറേയും കൂടി പിന്നോക്കം പോയിക്കൊണ്ട് എന്താണ് ഹിന്ദുമതം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്? ഹിന്ദുമതം എന്നും സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നിലയിൽ നാം ധരിച്ചു വച്ചിരിക്കുന്ന, അറിയുന്ന, തെറ്റായ അർത്ഥത്തിലല്ല, ഒരു ഹാൻഡിൽ എന്നുള്ള നിലയ്ക്ക്, ഒരു കോഡ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത്രത്തോളം മാത്രം മനസ്സിലാക്കേണ്ടതാണോ അതോ അതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതാണോ എന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ അത്തരൊരു ചിന്തയുണ്ടാവും. പറയാൻ കാര്യം, ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാമൂഹിക ചിന്തയിലുണ്ടായിട്ടുള്ള വലിയൊരു ബ്രേക്കാണ് ഈ പുസ്തകം. ശരിക്ക് ഒരു ഇടർച്ച അല്ലെങ്കിൽ ഒരു വഴിമാറ്റം, ഒരു പുതിയ ദിശ ഉണ്ടാക്കാനുള്ള ശ്രമം. ആ ശ്രമം വിജയിച്ചോ എന്ന കാര്യം വലിയ സംശയമാണ്. ഒരുപക്ഷെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ ആ നിലയ്ക്ക് കാലത്തിന് മുന്നേ പോയ ഒരു ശ്രമമാണോ ഇത് എന്നും നമുക്ക് ആലോചിക്കേണ്ടി വരും. അത് പറയാൻ കാര്യം, യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പദ്ധതിയാണ്, ഒരു സിസ്റ്റത്തിനെയാണ്. ആ സിസ്റ്റം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സനാതനധർമ്മം, ഹിന്ദുമതം എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായി ഹിന്ദുമതം എന്നൊന്നില്ല എന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് ശ്രീ മാധവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, അന്ന് തന്നെ മൂണിയെ
അദ്ദേഹം മൂഞ്ചി എന്നാണ് എഴുതിയിരിക്കുന്നത്, മൂന്യേ എന്നുള്ള. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് എല്ലാം ഉൾപ്പെട്ടവരാണ് ഹിന്ദു സമുദായം എന്ന് പറയുന്നതിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എന്ന് പറഞ്ഞാൽ RSSൻ്റെ രൂപീകരണം വലതുപക്ഷ രാഷ്ട്രീയ ശക്തിയുടെ രൂപീകരണത്തിൻ്റെ തുടക്കക്കാരിലൊരാളായ, അതിൻ്റെ സൈദ്ധാന്തികനായ ഒരാളെ ആണ് ശ്രീ മാധവൻ കൃത്യമായി വിമർശിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണത്. അദ്ദേഹം ആരുടെ പ്രതിപക്ഷമാണ്, ആർക്കെതിരെയാണ് താൻ നിൽക്കുന്നത് എന്നത് അതിൽ തന്നെ വ്യക്തമായ കൃത്യമായൊരു സംഗതി വരുന്നുണ്ട്. ഹിന്ദു എന്നുള്ള പദം ഒരു പുരാണത്തിലോ ഹൈന്ദവമായ ഒരു ഗ്രന്ഥത്തിലും അവതരിക്കുന്നില്ല എന്നും ഇത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ മതത്തിൻ്റെ ഒരു വേറിട്ട, അല്ലെങ്കിൽ വിദേശങ്ങളിൽ നിന്നും വന്നവർ, അത് നമ്മൾ ധാരാളം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സൈന്ധവ നദീതടം എന്നുള്ള രീതിയിൽ സിന്ധുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അറബിക്കിലാണ് അൽ ഹിന്ദ് എന്നുള്ള വാക്ക് വരുന്നത്. ഈ പ്രദേശത്ത് നിന്ന് വന്നവരെയാണ് അൽ ഹിന്ദ്, അത് ഹിന്ദുവായിട്ട് മാറുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സൂചന ഇതിനകത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ മതം എന്നത്? നമ്മൾ വിശ്വാസങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മതപരമായ ദൈവസങ്കല്പങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ, ഇതിലെ ഈ ജാതി വ്യവസ്ഥ എന്നത് യഥാർത്ഥത്തിൽ ആ പദ്ധതി അത് വളരെ വളരെ എന്താ അതിന് പറയുക, സൊഫിസ്റ്റിക്കേറ്റഡ് എന്നുള്ള വാക്കാണ് ഞാനതിന് ഉപയോഗിക്കുക. സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, പുതിയത് എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. പലപ്പോഴും ഹിറ്റ്ലറിൻ്റെ തടങ്കൽ പാളയങ്ങളിൽ ഉണ്ടായിരുന്ന ടോർച്ചർ മെത്തേഡ്സ് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു. ഏറ്റവും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന അത്തരമൊരു സൊഫിസ്റ്റിക്കേഷൻ ഈ ജാതി വ്യവസ്ഥയിൽ വന്നത് എന്തുകൊണ്ട് എന്നാലോചിക്കേണ്ടി വരും. പൊതുവെ തെക്കേ ഇന്ത്യയിലേക്കുള്ള വ്യാപനം, ഇപ്പോൾ റൂമില താപ്പർ ആണെങ്കിലും ചരിത്രകാരരാണെങ്കിൽ പൊതുവെ പറയുന്നത് വൈദിക മതത്തിൻ്റെ ഒരു വ്യാപനം എന്ന നിലയ്ക്ക് വൈദികാനുഷ്ഠാനപരമായ ഒരു മതം, ഒരു വിശ്വാസം, അത് പ്രധാനമായും കാർഷികോൽപാദനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ വ്യാപനമായിട്ടാണ് ഈ വൈദിക മതം ഈ തെക്കൻ നാടുകളിലേക്ക്, വേണ്ട സെൻട്രൽ ഇന്ത്യയിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും ഇത് വ്യാപിച്ചു വരുന്നത്. ഇപ്പോൾ രാമായണം തന്നെ റൂമില താപ്പറിൻ്റെ പഠനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനു മുന്നേ നിന്നിരുന്ന ഒരു പക്ഷേ റിപ്പബ്ലിക്കുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൂട്ടങ്ങളായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു പ്രദേശത്തോടോ ഒരു സ്ഥലത്തോടോ നേരിട്ട് ബന്ധമുണ്ടാകേണ്ടാത്ത ആളുകൾ അവർ സഞ്ചരിക്കുന്നവരായിരിക്കും. നമ്മൾ നൊമാഡിക് എന്ന് പറയും, അല്ലെങ്കിൽ ഹണ്ടർ ഗാദറർ എന്ന് പറയും. നമ്മൾ വേറെ ചില ആൾക്കാർ പിന്നീട് അതിനെ ട്രൈബൽ എന്ന് വിളിച്ചിരുന്നു. ഇത്തരത്തിലുള്ളൊരു സമൂഹ നിർമ്മിതിയിൽ നിന്നും സമൂഹ രൂപീകരണത്തിൽ നിന്നും മാറ്റം സംഭവിക്കുന്ന രീതിയിൽ അവർ വസിച്ചിരുന്ന പ്രദേശങ്ങളിലേക്ക് കാർഷിക വ്യവസ്ഥയും മൂത്ത പുത്രൻ്റെ അടിസ്ഥാനത്തിൽ അവകാശവും അധികാരവും തുടരുകയും ചെയ്യുന്ന പ്രിമോഗണിച്ചർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റമാണ് വൈദിക ബ്രാഹ്മണ്യം ഇന്ത്യയിലുടനീളം കൊണ്ടുവരുന്നത്. ഇതിന് അടിസ്ഥാനമായി അവർ മുന്നോട്ട് വെച്ചത് വേദങ്ങളും ഉപനിഷത്തുകളും അന്ന് പിന്നീട് ഉണ്ടായിട്ടുള്ള ആരണ്യകങ്ങളും മറ്റ് സംസ്കൃത ഗ്രന്ഥങ്ങളുമാണ്. ഈ ഒരു തുടർച്ചയിൽ അല്ലെങ്കിൽ വ്യാപനത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നാം മനസ്സിലാക്കേണ്ടത് കാര്യം, ഇത് അടിസ്ഥാനപരമായി 4 മേഖലകളെ കൃത്യമായി കീഴടക്കുന്ന ഒരു പദ്ധതിയായിട്ടിത് മാറി. ഇപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലൊക്കെ നോക്കുകയാണെങ്കിൽ, ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാഭാഗങ്ങളിൽ അതിനു മുന്നേ തന്നെ നിന്നിരുന്ന രാജവംശങ്ങളുടെ രാജാക്കന്മാരുടെ ഉപദേശകരായിട്ട് ഇവർ മാറുന്നു. വരുന്ന ബ്രാഹ്മണർ
അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ രാജാക്കന്മാരുടെ അധികാരത്തിന് സാധൂകരണം നൽകാവുന്ന വിധം സംസ്കൃതീകരിച്ചിട്ടുള്ള ന്യായങ്ങളും അത്തരത്തിലുള്ള ആഖ്യാനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് ചന്ദ്രവംശവും സൂര്യവംശവും അത്തരത്തിലുള്ള പല വംശങ്ങളുമായി ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ട് അവരുടെ അധികാരത്തെ അരക്കിട്ടുറപ്പിക്കുവാനുള്ള കൃത്യമായ ഒരു മിത്തിക് ആയിട്ടുള്ള ഒരു പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രാഹ്മണരാണ്. പക്ഷേ ആ പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 4 മേഖല എന്നുള്ളത്, 1 ഭൂസ്വത്താണ്, 2 അധികാരമാണ്, 3 അറിവാണ്, ആ അറിവുമായി ബന്ധപ്പെട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള അധികാരമാണ്. ഈ ഒരു രീതിയിൽ ഭൂസ്വത്ത് ഇപ്പോൾ കേരളത്തിലെത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, അത് എന്തായിരുന്നു, ബൗദ്ധരായിരുന്നോ ജൈനരായിരുന്നോ അല്ലെങ്കിൽ പ്രാദേശികമായ പലതരത്തിലുള്ള വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യാപരിച്ചിരുന്ന മറ്റ് ഇതര സമുദായങ്ങളായിരുന്നോ എന്ന ചോദ്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷേ അവർ ഇവിടെ വരികയും ഇപ്പോൾ കേശവൻ വെളുത്താട്ട് മുതലായിട്ടുള്ള ചരിത്രകാരന്മാർ കണ്ടെത്തിയിരിക്കുന്നത് 64 ക്ഷേത്ര ഗ്രാമങ്ങൾ, 32 മറ്റേ കർണാടകത്തിലും 32 കേരളത്തിലും നിർമ്മിക്കുകയും ഈ ക്ഷേത്ര ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പുഴകളുടെ നദികളുടെ വക്കുകളിലോ അല്ലെങ്കിൽ നദികൾ കൂടിയോജിക്കുന്ന സ്ഥാനങ്ങളിൽ, ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത്, കൂടൽ മാണിക്യം എന്നുള്ളത് 2 പുഴകൾ ചേരുന്ന സ്ഥലമാണ്, കൂടല്ലൂർ എന്ന് പറയുന്നത് 2 പുഴകൾ ചേരുന്ന സ്ഥലമാണ്, ഡെൽറ്റ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അവിടെ കാർഷിക വൃത്തിക്ക് ഏറ്റവും അനുയോജ്യവും ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള വളരെ ഉർവരമായിട്ടുള്ള ഭൂമിയാണ്, ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇവർ ക്ഷേത്ര സങ്കേതങ്ങൾ സ്ഥാപിക്കുന്നത്. ഈ ക്ഷേത്ര സങ്കേതങ്ങൾ അടിസ്ഥാനപരമായി ദേ വെയർ ഇക്കണോമിക് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. അവ സാമ്പത്തികമായ കേന്ദ്രങ്ങളായിരുന്നു. വലിയ ഭൂസ്വത്തും വലിയ കച്ചവടവും ധാന്യങ്ങളുടെയും മറ്റ് സംഗതികളുടെയും സ്വർണത്തിൻ്റെയൊക്കെ വലിയ വലിയ ഭണ്ഡാരങ്ങളും ഉണ്ടായിരുന്ന വലിയ ഭൂസ്വാമികൾ എന്ന അർത്ഥത്തിലായിരുന്നു ഈ ക്ഷേത്ര സങ്കേതങ്ങൾ ഉണ്ടായിരുന്നത്. ആ ക്രയവിക്രയത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ പറയുന്നു ഗുരുവായൂരമ്പലം മറ്റെന്തിനേക്കാളിലും കൂടുതലൊരു ബിസിനസ് സ്ഥാപനമാണെന്ന് പറയും. അതിൽ വലിയ അത്ഭുതമായിട്ടെന്ന് പലരും പറയുമ്പോൾ ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും ക്ഷേത്രങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ തന്നെയായിരുന്നു. കൃത്യമായിട്ട് കച്ചവടം നടത്തുകയും ഉൽപ്പാദനം നടത്തുകയും കച്ചവടം നടത്തുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന വളരെ വളരെ എക്സ്ട്രീംലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് ക്ഷേത്ര സങ്കേതങ്ങൾ ഉണ്ടായിരുന്നത്. ആ ക്ഷേത്ര സങ്കേതങ്ങളിൽ അതിനകത്ത് ഉള്ള കൃത്യമായ ഒരു ജോലിക്രമം എന്നുള്ളത് കൃത്യമായി ജന്മവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയതാണ് ജാതി വ്യവസ്ഥ. അതിനകത്തുള്ളതും അതിന് പുറമേയുള്ളത് മറ്റൊരു നിലയ്ക്ക് ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ അധകൃതരായി പരിഗണിച്ച് ഇതിന് പുറമേ നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഞാനൊന്ന് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ സുന്ദർ സരൂക്കായും ഗോപാൽ ഗുരുവും കൂടി എഴുതിയിട്ടുള്ള ക്രാക്ഡ് മിറർ എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ അവർ പ്യൂരിറ്റി ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു തെറ്റായ സങ്കല്പമാണ്. ഇപ്പോൾ ഈ വെളിപ്പാടകലെ തൊടാൻ പാടില്ല തീണ്ടിക്കൂടാ, ഈ പ്യൂരിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആന്ത്രപ്പോളജിക്കലി കറക്റ്റായിട്ടുള്ള സംഗതിയല്ല എന്ന് പറയുമ്പോഴും അതിനൊരു വിമർശനമായിട്ട് ഞാനൊരു കുറിപ്പ് എഴുതലുണ്ടായി. അവരുടെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ ബോധങ്ങളോട് എല്ലാ യോജിപ്പോടും കൂടി തന്നെ, എന്നാൽ നമ്മളതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ മൂല്യത്തിൻ്റെ കൃത്യമായ ഒരു തലകീഴാക്കൽ നമുക്കതിൽ കാണാം. കാരണം മണ്ണുമായി ഏറ്റവും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, തൊഴിലെടുക്കുന്നവനാരോ, അവൻ ഉൽപ്പാദനം നടത്തുന്നവനാരോ, സഫലമായ പ്രവൃത്തി നടത്തുന്നവനാരോ, അവളാരോ ഏറ്റവും നീചജാതിയായിട്ട് പരിഗണിക്കപ്പെടുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കയറി വന്ന് ഈ ശുദ്ധി എന്ന് പറയുന്നത് ഉയർന്നുയർന്നു വന്ന് ഏറ്റവും മുകളിലെത്തുന്ന നമ്പൂതിരിമാർക്ക് ഏറ്റവും ശുദ്ധിയായിട്ട് പരിഗണിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, ആ ശുദ്ധി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും റപ്ചറാവാൻ പറ്റാവുന്ന ശുദ്ധിയാണ്. കാരണം മലമൂത്രാദികൾ ശരീരത്തിൽ നിന്നും വമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശുദ്ധി ഇല്ലാതെയാവുന്നു.
എന്ന് പറഞ്ഞാൽ പുറമേ മാത്രമേ ശുദ്ധിയുള്ളൂ, അകമേ ശുദ്ധിയില്ല. അകത്തുള്ള ഉമിനീരോ അല്ലെങ്കിൽ മലമോ മൂത്രമോ വേർപ്പോ ഒക്കെ തന്നെ അശുദ്ധിയുടെ സൂചകങ്ങളായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ പൂർണ്ണമായി ശുദ്ധിയുള്ളത് എന്താണ്? അത് ആ കൽപ്രതിമ മാത്രമാണ്. ആ കൽപ്രതിമ എന്ന് പറഞ്ഞാലോ ജഡമായ ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പൂർണ്ണമായ ജഡത്വമാണ്. ആ ജഡത്വമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഏറ്റവും ജീവനുള്ളതാരോ അവർ ഏറ്റവും താഴെയാകുന്നൊരു ഇൻവേർഷൻ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സംഗതി ഗോപാൽ ഗുരുവായിട്ട് പറയലുണ്ടായി ആ ഘട്ടത്തിൽ. അത് ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്ന് അംബേദ്കർ വിളിച്ചിട്ടുള്ള ആ ഒരു സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റിക്കകത്ത് മറ്റൊരു നിലയ്ക്ക് ഉൽപ്പാദനത്തിൻ്റെയും നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന അർത്ഥത്തിൽ, റീപ്രൊഡക്ഷൻ ഓഫ് ലൈഫ് എന്ന അർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും തലകീഴായിട്ടുള്ള ഒരു അധികാര ശ്രേണിയായിട്ട് ഇത് മാറുകയും ചെയ്യുന്നത് കാണാം. ഇവിടെയാണ് ഈ ഈഴവ സമുദായത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് ഒരുപക്ഷെ ആലോചിക്കേണ്ടി വരിക. നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബുദ്ധമതം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യം ഒരു തർക്ക വിഷയം തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ അയ്യപ്പൻ്റെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആന്ത്രപ്പോളജിക്കൽ വർക്ക് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ചരിത്രകാരന്മാർക്കിടയിൽ അത് ഇന്നും ഒരു തർക്ക വിഷയമാണ്. ഉദാഹരണം MGS നാരായണനും എളംകുളം ഒക്കെ ഈവൻ KN പണിക്കർ വരെ അത്ര വലിയ ഒരു സ്വാധീനം ബുദ്ധമതത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും. അപ്പോൾ അതിന് പ്രധാനമായി 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അഭാവം എന്നുള്ളത്, ഭൗതികമായ തെളിവുകളുടെ അഭാവം. രണ്ടാമത്തത് വിഗ്രഹങ്ങൾ മുതലായിട്ടുള്ള തെളിവുകളുടെ അഭാവം. കരുമാടിക്കുട്ടൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇത് വളരെ കുറച്ചേ ഉള്ളൂ എന്നും. മൂന്നാമത്തത് രേഖാപരമായ തെളിവുകളുടെ അഭാവവും എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് വിപരീതമായി ബദലായിട്ട് ഇപ്പോൾ KN പണിക്കരുടെയാണ് കുറേയും കൂടി രസകരമായിട്ടുള്ള ഒരു വാദമായിട്ട് വരുന്നത്. കാരണം ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ ബ്രാഹ്മണ മതം സ്ഥാപിതമായി കഴിഞ്ഞതിന് ശേഷം ജൈന ബുദ്ധ പാരമ്പര്യങ്ങളിൽപ്പെട്ടവർ സാർത്ഥവാഹക സംഘങ്ങളായിട്ട് കച്ചവടക്കാരായിട്ട് ഇവിടെ വരികയും അത്തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടെന്നതിലുപരിയായി ഇവിടെ കൃത്യമായി വലിയ ഒരു സമുദായമായി താമസിച്ച് വസിച്ച് ഇവിടെ ഒരു സ്ഥാനമുണ്ടായിരുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇവരിവിടെ വരവും പോക്കും ഉണ്ടായിട്ടുണ്ട്, ഇത്രേ കാണാനുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് നമ്മൾ പലപ്പോഴും ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭൗതികമായ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവ ജൈന ബൗദ്ധ ബന്ധങ്ങളുള്ളതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു ചെറിയ കഥ, പലപ്പോഴും ഈ ഘട്ടങ്ങളിൽ നമ്മൾ ഐതിഹ്യങ്ങളെക്കുറിച്ച് നോക്കേണ്ടി വരും. ഇപ്പോൾ തൃശ്ശൂരെ തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്നത് വളരെ രസകരമായൊരു സംഗതിയാണ്. അവിടെ ഒരു കാലത്തും ഒരു തേക്കും ഉണ്ടായിട്ടില്ല. നിറച്ച് തേക്കാവുള്ളൂ തേക്കിൻകാടിന്. അവിടെ ഒരു കാലത്തും ഒരു തേക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ തൃശ്ശൂരുള്ള ആളുകൾക്കിടയിലുള്ള ഒരു വിശ്വാസം, ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അതൊരു ബുദ്ധവിഹാരമായിരുന്നു എന്നും അവരെ, ഈ ബുദ്ധസന്യാസികളെ അതിൽ നിന്നും പുറത്തേക്ക് പായിക്കുവാനായിട്ട് തീപ്പന്തങ്ങളും ചാണകവും മനുഷ്യമാലിന്യവും അതിനകത്തേക്ക് വലിച്ചെറിയുകയും ഈ വടക്കുന്നാഥൻ്റെ എല്ലാ വാതിലുകളും അടയ്ക്കുകയും തെക്കോട്ടുള്ള വാതിൽ മാത്രം തുറക്കുകയും അതിലെ ഇറങ്ങി വരുന്ന ബുദ്ധഭിക്ഷുക്കളെയൊക്കെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ഉണ്ടായത് എന്നും ആ ഒരു വലിയ നരവേട്ട എന്ന് പറയട്ടെ, അതിനുശേഷം തെക്ക് ഭാഗത്ത് ആൾസഞ്ചാരമില്ലാതെയാവുകയും അവിടെ ഭൂതപ്രേത പിശാചുക്കളുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ട് ഒന്നും ആൾക്കാർ അതിലേ പോവാതിരിക്കുകയും വലിയ കാടായിട്ട് മാറുകയും ആ തെക്കിൻ കാടാണ് പിന്നീട് തെറ്റിദ്ധരിച്ച് തേക്കിൻ കാടായിട്ട് മാറിയത് എന്നൊരു സൂചനയുണ്ട്.
പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്, ഇപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അതിൻ്റെ തെക്ക് വശത്തായി വടക്ക് വശത്തായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവനും ഒരു ബുദ്ധവിഹാരത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല സ്ഥലനാമങ്ങളിൽ പള്ളി എന്നുള്ള വാക്ക് ഉപയോഗിക്കലും. അപ്പോൾ ഇത്തരം ഒരു അന്യോന്യമുള്ളൊരു ഇത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളൊരു വാദപ്രതിവാദം നിൽക്കുന്നുണ്ട്. പക്ഷേ ഈഴവർ എന്നത് ബുദ്ധമത അനുയായികളെ വേറൊന്ന് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് കേരളപുത്രർ എന്ന് പറയുന്ന ഒരു പ്രതിപാദനം അല്ലെങ്കിൽ ഒരു പരാമർശം അശോകൻ്റെ ഈഡിക്റ്റിൽ വരുന്നുണ്ട്. കേരളപുത്രർക്ക് കൂടി ഇവിടത്തേക്ക് ചേരരാജാക്കന്മാരെ ആയിരിക്കണം അത് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അന്ന് ഇവിടെയുള്ള രാജാക്കന്മാരെ ആയിരിക്കണം. അവർക്ക് കൂടി വൈദ്യപരമായിട്ടുള്ള സഹായവും മറ്റും എത്തിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധസന്യാസികൾ ഏർപ്പെട്ടിരുന്നു എന്ന് അശോകൻ്റെ ശാസനങ്ങളിൽ കാണുന്നുണ്ട്. അതോടൊപ്പം പക്ഷേ ഇത് ആൾക്കാർ വളരെ സംശയത്തിൽ പറയുന്ന കാര്യമാണ്, ഇതെത്ര കണ്ട് വിശ്വസിക്കണം. കാരണം കേരളോൽപ്പത്തി എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് 2 പരാമർശങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ ഗദ്യപരാമർശം ഇത് പറയാം. ഒന്ന്, വാദത്തിൽ തോൽപ്പിച്ച് നാട് കടത്തി എന്നതാണ് പൊതുവെ ബുദ്ധരോട് പറയുന്നത്. ഇപ്പോൾ മത്തവിലാസം നാടകത്തിലും ഭഗവത് ജ്വീകൻ നാടകത്തിലൊക്കെ കാണുന്നത് ബ്രാഹ്മണ ബൗദ്ധ ഡിബേറ്റുകൾ എന്ന് പറയുന്ന രീതിയിൽ നടത്തി അവരെ തോൽപ്പിച്ച് ഒന്നുകിൽ അവരെ ഹിന്ദുമതാനുയായികളാക്കുക, അല്ലെങ്കിൽ അവരെ പലായനം ചെയ്യാൻ, പറഞ്ഞയക്കാൻ, ഓടിച്ചു വിടാനുമുള്ള ശ്രമം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു പരിധിവരെ ഡിബേറ്റും പിന്നെ അത് കഴിഞ്ഞാൽ ഡിബേറ്റ് വേറൊരു ഡിബേറ്റായിട്ട് സ്വാഭാവികമായിട്ട് മാറുമെന്നുള്ളത് ഇന്നത്തെ TV കാണുന്ന ആൾക്കാർക്ക് തന്നെ നല്ല ശീലം ഉണ്ടാവും. അത് പണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കണം എന്നതിൽ മനുഷ്യ സ്വഭാവം അനുസരിച്ച് സ്വാഭാവികമായിട്ട് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കേരളോൽപ്പത്തിയിൽ ഇതിൻ്റെ 2ൻ്റെയും സൂചനകളുണ്ട്. ഒന്ന്, ഈശ്വരാനുഗ്രഹത്താലും ആചാര്യൻ ശങ്കരൻ്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണരുടെ ശ്രമത്താലും ശാക്യമതക്കാരെ, ബുദ്ധമതക്കാർ, അവരെയും നിഗണ്ഠമതക്കാരെയും ജൈനമതക്കാരെയും വാദത്തിൽ തോൽപ്പിച്ച കേരള ദേശത്തു നിന്നും പുറത്താക്കി അന്യദ്വീപുകളിലേക്ക് ഓടിച്ചു വിട്ടു. അപ്പോൾ ഈ അന്യദ്വീപുകളാണെങ്കിൽ ഇത് ശ്രീലങ്കയിലേക്കാണോ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ ദ്വീപുകളിലേക്കാണോ ഉദ്ദേശിക്കുന്നത്, അതോ അന്യദ്വീപ് എന്ന് പറയുന്നത് അന്യദേശങ്ങൾ എന്നുള്ള സൂചന മാത്രമാണോ? ഇത് ഐതിഹ്യമാണ് എന്ന് മറക്കരുത് കേട്ടോ. പക്ഷേ ഇതിനെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടി വരും. മറ്റൊരു ദിക്കിലുള്ള പരാമർശം, രാജാവ് സുധന്വൻ തൻ്റെ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു, ഹിമാലയം മുതൽ രാമേശ്വരം വരെ എല്ലാ ബുദ്ധമതക്കാരെയും കുട്ടികളെയും വൃദ്ധരെയും പോലും കൊല്ലുക. അവരെ കൊല്ലുന്നതിൽ വീഴ്ച വരുത്തുന്നവരെ ഞാൻ തന്നെ വധിക്കും എന്ന് കുമാരില ഭട്ടൻ്റെ പ്രേരണയാൽ അദ്ദേഹം ബുദ്ധമതക്കാരെ നശിപ്പിച്ചു എന്ന് പറയുന്നു. ഇത് എക്സാജറേഷനായിരിക്കാം, അതിശയോക്തിയായിരിക്കാം. പക്ഷേ അതിശയോക്തിക്കകത്തും ചില വാസ്തവങ്ങളുണ്ട് എന്നത് പൂർണ്ണമായിട്ടും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ 2 വിധത്തിലുമുള്ള സംഘർഷങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ഒരു പക്ഷേ നാം അനുമാനിക്കേണ്ടി വരും. ഇവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇവിടെ എങ്ങനെ പ്രാധാന്യം വരുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ബ്രാഹ്മണ മതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി 2 വിധത്തിലുള്ള സ്ട്രാറ്റജീസിലൂടെയാണ് അന്യ സമുദായങ്ങളെ, സമൂഹങ്ങളെ നേരിട്ടിരുന്നത്. ഒന്ന്, ഇപ്പോൾ റോമില താപ്പറിൻ്റെ വർക്കിൽ തന്നെ കാണുന്നത്, നിങ്ങൾ ഒരു പ്രദേശത്തേക്ക് ഒരു പുതിയ വിഭാഗം ആളുകൾ എത്തുകയാണെങ്കിൽ 3 തരത്തിലുള്ള പരിണത ഫലങ്ങളാണ് അതുകൊണ്ടുണ്ടാവാൻ സാധ്യത. ഒന്ന്, അവിടെ യുദ്ധം ഉണ്ടാവാം, ഏതെങ്കിലും ഒരാൾ കൂട്ടർ ജയിക്കാം, അല്ലെങ്കിൽ 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാം. അപ്പോൾ ഈ 3 പരിണത ഫലങ്ങൾ, അല്ലെങ്കിൽ അവയുടെ ഒരു മിക്സ്ചർ ആയിരിക്കാം, അവയുടെ ഒരു കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പലപ്പോഴും ഉടനീളം നമ്മൾ തെക്കേ ഇന്ത്യയിലുള്ള
ബ്രാഹ്മണ മേധാവിത്വ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ട്രാറ്റജീസായിട്ട് വരുന്ന കാര്യം ഏറ്റവും സ്പഷ്ടമായിട്ട് പ്രായോഗികമാക്കിയിരിക്കുന്നത് കേരളത്തിലാണ് എന്ന് മനസ്സിലാവും. അതിലൊന്നാമത്, തോൽപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ഈ സമുദായത്തിനകത്തേക്ക് ഹൈന്ദവം അല്ലെങ്കിൽ ബ്രാഹ്മണപരമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥയ്ക്കകത്തേക്ക് അവരെ ഉൾച്ചേർക്കുകയും, എന്നാൽ ആ ഉൾച്ചേർക്കുമ്പോൾ തന്നെ എന്നിട്ട് ഇതിൻ്റെ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഭാഗം ആക്കി മാറ്റുന്നു. അതിനകത്തുള്ള ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് സിസ്റ്റം ആയതുകൊണ്ട് ആ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുകയും എന്നാൽ അവർക്ക് അധകൃതരുടെ സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ അമ്പലവാസികളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇരിങ്ങാലക്കുട അമ്പലത്തിലും അല്ലെയൊക്കെ ഉണ്ടാവുന്ന ഒരു പിഷാരടിമാരുണ്ട്, അല്ലെങ്കിൽ വാര്യന്മാർ, പിഷാരടിമാർ മുതലായിട്ടുള്ള ആൾക്കാർ. ഒരു പക്ഷേ ഇവർക്ക് നേരത്തെ ബുദ്ധ ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ക്ഷേത്രങ്ങളിൽ അവർ ഊരാളന്മാരോ അല്ലെങ്കിൽ അവിടെ പൂജാരികളോ അവർക്ക് അനുഷ്ഠാനപരമായിട്ടുള്ള അധികാരങ്ങളോ ഉണ്ടായിരുന്നവർ ഈ നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ മേധാവിത്വം വരുന്ന സാഹചര്യത്തിൽ അവർ ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള പ്രവൃത്തി തുടരുമ്പോഴും അവർ അനുഷ്ഠാനപരമായി താഴ്ന്ന തലത്തിലേക്ക് അവർ നീക്കം ചെയ്യപ്പെടുന്നു. പുറമേ ഉള്ളവർ, പുറമേ നിന്നും സ്വീകരിച്ചവർ അതേസമയം ക്ഷേത്രത്തിന് പുറത്തുള്ള അധകൃതരായി, ഉൾച്ചേർക്കലും അധകൃതരും. ഇത് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ പറയുന്നതാണ് അക്കോമഡേഷൻ ആൻഡ് ഇൻഫീരിയറൈറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വശത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നു, വേറൊരു വശത്ത് ഇൻഫീരിയറായിട്ടുള്ള ഒരു സ്ഥാനം നൽകി കൊടുക്കുന്നു എന്നുള്ളത്. ഈ പുസ്തകം പ്രധാനമാകുന്നത് ഇനി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിലേക്ക് എത്താം. കുറച്ച് നാൾ കണക്കുകളാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവെയുള്ളൊരു സിസ്റ്റം. ഈ ഒരു സിസ്റ്റം നൂറ്റാണ്ടുകളോളം തുടർന്ന് വരികയും ആ തുടർന്ന് വരുന്നതിൽ ഓരോ വരുന്ന സമുദായക്കാരും, അപ്പോൾ ഇവർ ഈഴവർ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണോ അല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിലും ശരി, ഇവർ അധകൃത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ ഈ സമൂഹത്തിനകത്ത് ഹൈന്ദവമായ ബ്രാഹ്മണ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിനകത്ത് നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന അടിസ്ഥാനപരമായ ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ 3 ഡേറ്റ്സ് കൂടി ഇവിടെ വളരെ പ്രധാനമാണ്. ഇതാണ് ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശത്തിന് വേണ്ടിയായിരുന്നില്ല. വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. അധകൃതർക്കും ഈഴവർക്ക് പ്രധാനമായിട്ടും ഈഴവർക്ക് ചില വീഥികളിലൂടെ നടക്കാനുള്ള അവകാശം നിഷേധിച്ചതുകൊണ്ട് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും തീണ്ടപ്പാടകലെ നിൽക്കാതെ തന്നെ പോകാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനേ ആയിരുന്നില്ല ആ ഘട്ടത്തിൽ. മറ്റൊരു നിലയ്ക്ക് ഇത് ആരാധനയുടെ അവകാശമല്ല, പൗരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതിനുശേഷം സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള മറ്റ് സമരങ്ങളുടെ ഫലമായി ഒരു വശത്ത് തിരുവിതാംകൂറും വേറൊരു വശത്ത് കൊച്ചിയിലും ക്ഷേത്രപ്രവേശനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരമൊരു സമസ്യ എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ സർ CP അവിടെ ഈ ക്ഷേത്രപ്രവേശനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു 8 അംഗ സമിതിയെ നിയമിക്കുന്നുണ്ട്. ആ 8 അംഗ സമിതിയിൽ 3 ആളുകൾ, ഒന്ന് ഉള്ളൂരസ് പരമേശ്വര അയ്യർ, ഞാനിവിടെ, ഒന്ന് മഹാദേവ അയ്യർ, വേറൊന്ന് നമ്പി നീലകണ്ഠ ശർമ്മ. ഇവർ ഈ 3 പേര്, 8 പേര് അടങ്ങുന്നൊരു സമിതിയാണ്. ഈ 8 പേരടങ്ങുന്ന സമിതിയെ 1932 നിയമിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് പിന്നീട് വരികയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കേണ്ട എന്നും വഴി നടക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കാമെന്നും കുറേ കോടതി വിധികളുടെയൊക്കെ സഹായത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവർ പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് 1934 ഈ പുസ്തകം എഴുതുന്നത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരികയും ചെയ്യുന്നു. സാങ്കത്യം മനസ്സിലായോ ഞാൻ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ? ചരിത്രപരമായി ക്ഷേത്രപ്രവേശനം സംഭവിക്കാൻ ഏത് നിമിഷവും സാധ്യതയുണ്ട് എന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ
അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഗൗരവമായ വാദപ്രതിവാദങ്ങളും അത് സംബന്ധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങളും നടക്കുന്ന ഒരു ഘട്ടത്തിൽ ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്ന ഒരു സാധ്യത എന്നത് ഒരസാധ്യതയല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ ഈ പുസ്തകം എഴുതുമ്പോൾ എന്താണതിൻ്റെ പ്രാധാന്യമെന്ന് ഒരു നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ കാണുന്നത് ഇത്തരമൊരു അപ്പോഴേക്കും ഹിന്ദു സമുദായം എന്ന് സെൻസസിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു ഹിന്ദു സമുദായത്തിൽ കൃത്യമായി സ്ട്രാറ്റിഫൈഡ് ആയിട്ട് നിൽക്കുന്ന, അത് സമ്പത്തിൻ്റെയും, ഇതിൻ്റെ ഇടയിൽ വേറൊരു ചെറിയ കാര്യം കൂടി പറയണം. ഈ സ്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും ദേവസ്വവും ബ്രഹ്മസ്വവും മാത്രം സ്വത്തവകാശം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും 19-ാം നൂറ്റാണ്ട് എത്തുമ്പോഴേക്കും വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്വത്തിൻ്റെ സാധ്യതകൾ പല സമൂഹങ്ങളിലും ഉണ്ടായി വരുന്നുണ്ട്. അത് പ്രധാനമായിട്ട് കാരണം എന്ന് പറയുന്നത് ഈ കാണത്തിനേക്കാൾ കൂടുതൽ പലിശ, കടത്തിൻ്റെ പലിശ കൂടി വരുന്ന ഘട്ടത്തിൽ ഈ കാണം വിൽക്കേണ്ട അവസ്ഥ വരും. ഇതാണ് ഈ കാണം വിറ്റ് ഓണം ഉണ്ണാന്ന് പറയുന്ന കഥയൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. ഈ കാണം വിറ്റ് കഴിയുമ്പോൾ കാണം മേടിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ അതുവരെയും വ്യക്തിപരമായ സ്വത്ത് എന്നൊരു സാധ്യത പോലും ഇല്ലാതിരുന്ന കാലത്ത് ഒരാൾ വ്യക്തി സ്വത്ത്, ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു സാധ്യത വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഒരു വളരെ സമൂലമായ സാമൂഹികമായൊരു മാറ്റത്തിൻ്റെ സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. കേവലം ഒരു ചിന്തയുടെ സന്ദർഭത്തിൽ മാത്രമല്ല, വളരെ ഗൗരവമായ സാമ്പത്തികമായ അടിയൊഴുക്കുകൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകളായി അതിൽ വ്യക്തിപരമായിട്ടുള്ള സ്വത്തില്ല. ഒരു ഇല്ലത്തിൻ്റെ പേരിലായിരിക്കും, ഗ്രാങ്ങാട്ട് ഇല്ലത്തിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ മൂത്ത മകൻ മാത്രം വിവാഹം കഴിക്കുകയും ബാക്കിയുള്ളവർ അനിയന്മാർ ബാക്കിയുള്ള സമുദായങ്ങളിൽ വിത്തുകാളകളായിട്ട് ഓടി നടക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അത് മറ്റു പലതിലും കാണാനും നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ കാണത്തിൻ്റെയൊക്കെ സാധ്യതകൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരികയും ആ സ്വകാര്യ സ്വത്ത് വരുമ്പോൾ ഈ ദേവസ്വം അല്ലെങ്കിൽ ബ്രഹ്മസ്വം എന്നൊക്കെ പറയുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൽ നിന്നും പുതിയ തരത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഫോർമേഷൻ കൂടി വരുന്ന സാഹചര്യമാണ് ഇത് എന്ന് നമ്മൾ, അല്ലെങ്കിൽ അത് കുറേ കൂടി വികസിച്ചൊരു സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ക്ഷേത്രപ്രവേശനം നൽകിക്കൊണ്ട് ഈ അധകൃതരായി പരിഗണിച്ചിരുന്ന, അതുവരെ അധകൃതരായി പരിഗണിച്ചിരുന്ന അവരുടെ വിശ്വാസങ്ങളും അവരുടെ തന്നെ ദൈവങ്ങളെയും തച്ചുടയ്ക്കുകയും ഇല്ലാതാക്കുകയും ചെയ്ത് ഈ വിശ്വാസത്തിലേക്ക് ഉൾച്ചേർക്കുകയും എന്നാൽ അതിനകത്തേക്ക് പ്രവേശനം നിഷേധിക്കുകയും ഇത്രയും കാലം ചെയ്തിരുന്ന സമുദായങ്ങളെ ഇതിനകത്തേക്ക് കയറ്റിയതുകൊണ്ട് ആ സമുദായങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന ന്യായമായ ചോദ്യമാണ് ഇവിടെ വരുന്നത്. കാരണം ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രവേശിച്ചിട്ട് ഈ സമുദായത്തിന് ഒരിത്തിരി ഉന്നതി വന്നു എന്നുണ്ടെങ്കിൽ തന്നെ ആ ഉന്നതി എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള ശ്രേണീബദ്ധമായ ഒരു പദ്ധതിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ഉന്നതിയാണ്. അപ്പോഴും ഞാൻ വേറൊരാൾ താഴെയുള്ളത് കൊണ്ടാണ് ഞാൻ മുകളിലുണ്ടാവുന്നത്. വീക്കേൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, എന്തൊരു ഗംഭീര പ്രയോഗ, അല്ല എന്താ ഏത് ജാതിയാ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ജാതി പേര് വാര്യരോ അങ്ങനെ എന്തൊരു പറയുകയാണ്. അപ്പോൾ എന്നപ്പോൾ വി സ്ലൈറ്റ്ലി ബിലോ ദ നമ്പൂതിരീസ് ബട്ട് വാസ്റ്റ്ലി അബവ് ദ നായേഴ്സ്. അതായത് നമ്പൂതിരിയേക്കാളും ഇത്തിരി താഴെയാണ്, പക്ഷേ നായന്മാരെക്കാളൊക്കെ വളരെ മീതെയാണ്. ഈ ഒരു ഇപ്പോൾ നേരത്തെ സൗമ്യ പറഞ്ഞ പോലെ വിനീതല്ല മായ സോറി കേട്ടോ, മായ പറഞ്ഞ ഒരു സംഗതി ഇതാണ് ഇതിൻ്റെ ക്രൂരത. ഒരർത്ഥത്തിൽ ഏറ്റവും അടിവരെ സമൂലമായിട്ട് ഇതേ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രഡേഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിൽ വരെ, ഞാൻ താഴെ തട്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു സ്ട്രക്ചർ, ആ ഒരു പാരഡൈമിനകത്ത് ഇതേ സ്ട്രക്ചർ തന്നെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് ആദ്യം വിളിച്ചത്. അത് സ്വീകരിക്കുകയും അതിൻ്റെ ഉള്ളിൽ തന്നെ
ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആഢ്യരും ആസ്യരും എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാമവേദികളും ഋഗ്വേദികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന പോലെ, അതേപോലെ തന്നെ പാണർക്കിടയിലുള്ള വ്യത്യാസം, ഇത് ഇത്തരമൊരു ഒരു ഒരു മൈനിസ്ക്യൂൾ ലെവലിലേക്ക് ഇത് കൊണ്ടുവരുന്നതോട് കൂടി ഇതിനകത്ത് നിന്നാൽ ഇതിനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, പുനരുൽപ്പാദിപ്പിക്കുവാനേ പറ്റുള്ളൂ എന്ന കൃത്യമായൊരു ബോധ്യം ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യുക, ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്ത് കടക്കുക. ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ മാനുഷികവൽക്കരിക്കുകയോ നേരെയാക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന ബോധ്യം കൊണ്ട് തന്നെ ഇതിന് പുറത്ത് കടക്കുകയല്ലേ നല്ലത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. മറ്റൊരു ചോദ്യം കൂടി, കുറച്ച് അപകടകരമായൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, മറ്റൊരു ചോദ്യം കൂടി ഈ പുസ്തകം ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. 34 എഴുതുന്നത് എന്നതുകൊണ്ട് 36 ശേഷമായിരുന്നു ശ്രീ ഇ മാധവൻ ഇത് എഴുതിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്പഷ്ടമായിട്ട് ചോദിക്കാവുമായിരുന്നൊരു ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ട് ഒരു വിപുലമായ ഹിന്ദു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ രൂപീകരണത്തിലേക്ക് അത് സഹായിച്ചോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഇത് വളരെ പ്രശ്നമാണ് ഇത് പറയാനായിട്ട്, ഇത് ചോദിക്കുന്നതിൽ അപകടകരമായ ചോദ്യമാണ്. അന്ന് ഉണ്ടായ സാഹചര്യങ്ങളെ നിഷേധിച്ചുകൊണ്ടോ നവോത്ഥാനത്തെ നിഷേധിച്ചുകൊണ്ടോ അല്ല ഞാനിത് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ ഈ ഈ എന്താ അതിൻ്റെ പേര് പറയുക, ഈ തിരമാല എന്ന് പറയുന്ന ആദ്യം മുകളിലോട്ടും പിന്നെ താഴോട്ടുമാണ്. പലപ്പോഴും ഒരേ പ്രക്രിയയ്ക്കകത്ത് തന്നെ, അതേ പ്രക്രിയയ്ക്കകത്ത് തന്നെ അതിൻ്റെ വിരുദ്ധവും ഡയലക്റ്റിക്കായിട്ട് അതിൻ്റെ വിരുദ്ധവും അതിനകത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് ഈ ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അതുകൊണ്ട് ഹിന്ദു സമുദായത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നതിനെ ഉള്ള വിമർശനമായി അതിനെ കണ്ടിരുന്നോ, ആ ക്ഷേത്രപ്രവേശനം തന്നെ അപകടമാണ് എന്ന രീതിയിൽ കണ്ടിരുന്നോ എന്ന ചോദ്യം വരുന്നു. കാരണം ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതിൽ 101 ഞാനൊന്ന് ആ ഭാഗം ഒന്ന് ഹിന്ദു 101 പേജിലാണ്, ഒരു മിനിറ്റ്. ഹിന്ദു സമുദായ ഘടനയിൽ പെട്ടുനിന്നുകൊണ്ട് തന്നെ സ്വതന്ത്ര സമുദായമായി നിൽക്കാം. ഏതുമാതിരി അഭിപ്രായങ്ങൾക്കും ഹിന്ദുമതത്തിൽ സ്ഥാനമുണ്ട് എന്നാണ് രണ്ടാമത്തെ വാദം. ഏതുമാതിരി അഭിപ്രായത്തിനും ഹിന്ദുമതം ഇടം കൊടുക്കുമെങ്കിൽ ഹിന്ദുമതം വിട്ട് മതമില്ലാതെ ജീവിക്കുന്നതിനും ഹിന്ദുക്കൾക്ക് വിരോധമുണ്ടാകേണ്ടതില്ലല്ലോ. നല്ല ശരിക്കും പോളമിക്കലാണ് കേട്ടോ, അസലായിട്ടുള്ള പോളമിക്സ് ഉണ്ട് ഇതിനകത്ത്. ഈ വാദത്തിൻ്റെ യുക്തിപരമായ വാദത്തിൻ്റെ ഒരു സ്വരം ഇതിനകത്ത് ഉടനീളം കാണാൻ പറ്റും. മതപരമായി യാതൊരു വിശ്വാസത്തിനും സ്ഥാനം കൊടുക്കരുതെന്നാണ് സ്വതന്ത്രവാദികളുടെ സിദ്ധാന്തം. ഹിന്ദുമതത്തിൽ ഏതിനും സ്ഥാനമുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കള്ളുകുടിയനും വ്യഭിചാരിക്കും കൊള്ളക്കാരനും കൊലപാതകിക്കും പിശാചിനെ ദൈവമാക്കുന്നതിനും അവനും കാളിയെ ദൈവമാക്കി താനാരോ പാടുന്നവനും ദ്വൈതവാദിക്കും അദ്വൈതവാദിക്കും ആസ്തികനും നാസ്തികനും ആർക്കും എങ്ങനെയും ആകാം എന്നു തന്നെയാണ്. അതിൽ ഈ ഒരു ഓപ്റ്റിംഗ് ഔട്ടാണ് അതിൽ കാണുന്നത് എന്ന് തോന്നുന്നു. അവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതസമുദായത്തിലെ അംഗം എന്നതിന് പകരം ഒരു വ്യക്തിയെ ഒരു പൗരൻ എന്ന രീതിയിൽ ഇമാജിൻ ചെയ്യുക. അവിടെ അപ്പോൾ ഈ പൗരൻ എന്തിൻ്റെ പൗരൻ എന്ന് ചോദിക്കാം. അത് ഇനിയും രൂപീകരിക്കപ്പെടാത്ത രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒരു സമൂഹത്തിലെയോ പൗരൻ. 2, ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഒരു സിവിൽ സൊസൈറ്റിയിലെ പൗരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 1 2 രീതികളിൽ മാനങ്ങളിൽ മാത്രം കാണേണ്ടതല്ല എന്ന് തോന്നുന്നു. മറ്റൊരർത്ഥത്തിൽ വളരെ വിപുലമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു പക്ഷേ സെക്കുലർ എന്ന് പറയുന്നൊരു വാക്ക്, സെക്കുലറിന് പല അർത്ഥങ്ങളാവാം. മാർക്സ് പറയുന്നത് നിങ്ങൾ പ്രയോഗത്തിലൂടെയാണ് ഒരു വാക്കിൻ്റെ അർത്ഥം കണ്ടെത്തേണ്ടത്, അല്ലാണ്ട് നിങ്ങൾക്ക് സ്വയം അർത്ഥം ഇല്ല. അത് ഇറ്റ് ഇസ് ത്രൂ പ്രാക്ടീസ് ദറ്റ് യു ഫൈൻഡ് ദ മീനിങ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സെക്കുലർ എന്നതിൻ്റെ അർത്ഥം?
ആദ്യകാലത്ത് സെക്യുലർ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അത് സമൂഹങ്ങളുടെ വ്യക്തികളുടെയൊക്കെ സ്വഭാവമായിട്ട് പുനർവ്യാഖ്യാനിക്കപ്പെട്ടു വരുന്ന ഒരു കാലത്ത് അതിനു മുൻപ് തന്നെ ഒരിക്കലും ഇതിൽ മതനിരപേക്ഷം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ സൂക്ഷിച്ചു നോക്കി, മതനിരപേക്ഷം എന്നൊരു വാക്കേ ഉപയോഗിക്കുന്നില്ല. പക്ഷേ മതനിരപേക്ഷമായ ഒരു വ്യക്തിയുടെ സാധ്യത ഇതിൻ്റെ ഇമാജിനറിയിൽ നിൽക്കുന്നുണ്ട്. ആ ഇമാജിനറി നിർഭാഗ്യവശാൽ അന്ന് ഇതിന് വേണ്ട പ്രചാരം കിട്ടാതെ പോയത് എനിക്ക് അത്ഭുതമില്ല എന്ന് പറയേണ്ടി വരും. കാരണം അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഒരു വൈഡർ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അകത്തേക്ക് ഉൾപ്പെടാനുള്ള ത്വരയോടുകൂടി നിൽക്കുന്ന അവസ്ഥയിലുള്ളൊരു സമുദായവും സമൂഹവും ഇത്തരം ഒരു ചിന്ത, ഇതിനൊക്കെ പുറത്തേക്ക് പോകാം എന്ന് പറയുന്നൊരു ചിന്ത മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കാനും സ്വീകരിക്കുവാനുമുള്ള ചരിത്രപരമായിട്ടുള്ള ബോധത്തിലേക്ക് അവരെത്തി. പക്വതയുടെ വിഷയമല്ല, ചരിത്രപരമായൊരു ബോധത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ആ ചോദ്യം ഇന്ന് എല്ലാ സമുദായങ്ങൾക്കും വളരെ വളരെ പ്രസക്തമായി മാറുന്ന ഒരവസ്ഥയാണ്. ആ പ്രസക്തി എന്ന് പറയുന്നത് ബ്രാഹ്മണ്യം എന്നത് പഴയ ബ്രാഹ്മണ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് തുടരാതെ തന്നെ ബ്രാഹ്മണ്യത്തിന് പുതിയ രീതിശാസ്ത്രങ്ങളും പുതിയ പതിപ്പുകളും പുതിയ പ്രത്യയശാസ്ത്രങ്ങളും പുതിയ പ്രയോഗമാതൃകകളും ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അത്തരം ഒരു വ്യവസ്ഥ എന്നത് പഴയ ജാതികളല്ലാതെ പുതിയ ജാതികളായിട്ട് വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ അത്തരമൊരവസ്ഥയിൽ ഈ ഒരു സ്വാതന്ത്ര്യം എന്നത് വളരെ പ്രധാനമായി മാറുന്നില്ലേ എന്ന് ചോദിച്ച് ഞാൻ നിർത്തട്ടെ. ഇനി പുസ്തകത്തിനകത്തുള്ള കാര്യം പിന്നീടാവാം.